പ്രിയരെ നമസ്കാരം. കാഴ്ചവട്ട ന്യൂസ് ചാനലിൽ പുതിയൊരു പ്രോഗ്രാം കൗതുക പേര് എന്ന പേരിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പരിചയത്തിൽ നിരവധി പേരുകാരെ നമുക്കറിയാം. ഒരു പേരിൽ എന്തിരിക്കുന്നുവെന്ന് തോന്നാം. എന്നാലും ചില പേരുകളുടെ വൈവിധ്യവും അപൂർവതയും മറ്റും പല കൗതുകവും ജനിപ്പിച്ചേക്കാം. ഈ പരിപാടിയിലൂടെ കൗതുക പേരുകാരെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് 10-24 വർഷമായി എറണാകുളം പള്ളിക്കര ഭാഗത്ത് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയും വണ്ടർലായിലെ ഗ്രൗണ്ട് ടെക്നീഷ്യനുമായ 18-ാം പടിയനെ പരിചയപ്പെടാം. എൻ്റെ പേര് 18-ാം പടിയനാണ്. അതാണ് അങ്ങനത്തെ ഒരു വെറൈറ്റി പേരാണ്. ഈ പേര് ശരിക്കും വളരെ അപൂർവത്തിൽ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. ഈ പേര് വരാൻ കാരണം മധുരയുടെ അടുത്ത് അലകർമല എന്ന് പറഞ്ഞ ടെമ്പിളുണ്ട്. അവിടെ ഒരു 18-ാം പടി കറുപ്പസ്വാമി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലുള്ള പേരാണ് എനിക്ക് 18-ാം പടിയൻ എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. പണ്ട് ആ ക്ഷേത്രത്തിനുള്ള ഒരു പൂജാരി പൂജ ചെയ്തിട്ട് ഇങ്ങനെ എന്നും പൂജ ചെയ്യുമായിരുന്നു. ഒരു ദിവസം പൂജ ചെയ്യുന്ന സമയത്ത് കൊച്ചിനും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനും കൂടി കൊണ്ടുപോയിട്ട് കൊച്ചിൻ്റെ കാര്യം മറന്നു. അവസാനം അമ്പലം അടച്ചിട്ട് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന പിന്നെ ഞാൻ ഓർത്തത് ഇങ്ങനെ കൊച്ചിനെ നമ്മൾ അകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് വന്നു എന്നുള്ള കാര്യം. അപ്പോൾ തിരിച്ച് തിരക്കാൻ പാടില്ലല്ലോ. അപ്പോൾ വൈഫ് സമ്മതിച്ചില്ല. വീണ്ടും തിരിച്ച് തിരക്കാൻ ചെന്നപ്പോൾ ആ ക്ഷേത്രം വാതിൽ തുറന്നപ്പോൾ ദൈവം ആ കൊച്ചിനെ കൈ വരെ കാല് വരെ ഇങ്ങനെ പൊളിച്ചാണ് ആ തിരുമേനിക്ക് തന്നത്. അപ്പോൾ അന്ന് അടച്ച ക്ഷേത്രം ഇതുവരെ തുറന്നിട്ടില്ല. അതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു അത്ഭുതം. മധുര ജില്ലയിലെ വിഷ്ണു പ്രതിഷ്ഠയുള്ള അളകർ കോവിലിന് മുന്നിലെ ഒരു ചെറു ക്ഷേത്രമാണ് കറുപ്പണ്ണസ്വാമി ക്ഷേത്രം. നമ്മുടെ സുഹൃത്ത് 18-ാം പടിയൻ പറഞ്ഞതുകൂടാതെ വേറെയും ഐതിഹ്യം ക്ഷേത്രത്തിനുണ്ട്. 18 കള്ളന്മാർ മോഷണത്തിനായി അവിടെ ചെല്ലുകയും നാട്ടുകാർ സംഘടിച്ച് അവരെ പിടിച്ച് കൊലപ്പെടുത്തി വെട്ടിത്തുണ്ടമാക്കി ക്ഷേത്രവാതിക്കൽ കൂട്ടിയിട്ടു. ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് അധികാരിയുടെ തീർപ്പ് വന്നതിനെ തുടർന്ന് കോവിൽ അടച്ചു. കറുപ്പണ്ണസ്വാമിയെ കാവലിനും ഏൽപ്പിച്ചു. 14 വർഷത്തിലൊരിക്കൽ ആടിമാസ പൗർണമിക്ക് ക്ഷേത്രം തുറക്കും. കോവിലിനകത്ത് നിർമ്മിച്ചിട്ടുള്ള 18 പടികളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കും. ധാരാളം ആളുകൾ കറുപ്പണ്ണസ്വാമിയെ തൊഴാനായി എത്തുന്നുണ്ട്.